എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്റ്റേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് വൺ സൈഡ് കണ്ടിന്യൂസ് ആ ഒരു ഫോൾ വന്നതിന് ശേഷം വൺ സൈഡ് മൂവ്മെൻ്റ് ആണ്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഈ ഗ്രാഫ് ഈ CPR എല്ലാം ഒന്ന് ഹൈഡ് ചെയ്തിട്ട് കാണിക്കാം. ഇവിടെ നിഫ്റ്റി ഓൾ ടൈം ഹൈ അടിച്ചത് ഇവിടെ ഹൈ അടിച്ചു. അതിനുശേഷം തിരിച്ച് ആ റേഞ്ചിലോട്ട് തിരിച്ച് കയറി വന്നു മാർക്കറ്റ്. അതായത് 4-ാം തീയതി ലോ അടിച്ചു. അതിനുശേഷം 4-ാം തീയതിക്ക് തൊട്ട് മുന്നിലുള്ള ആ ഹൈ, അതായത് ഓൾ ടൈം ഹൈയുടെ അവിടെ വന്നിട്ടുണ്ട് നിഫ്റ്റി. ഏകദേശം അടുത്ത് എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച കൂടുതൽ ശ്രദ്ധിക്കണം ആൾക്കാർ. ഈ ഒരു ലെവല് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഈ കരുപോലെ ഇതുപോലെ ഇങ്ങനെ അടിക്കുമെന്നല്ല, ഏകദേശം നല്ലൊരു ലെവലിൽ ഈ റേഞ്ചിലോട്ട് വരാം. ഈ റേഞ്ചിലോട്ട് പെട്ടെന്ന് തന്നെ വരാം. 1-2 ദിവസം കൊണ്ട് തന്നെ വരാൻ പറ്റും. അങ്ങനെ ഓൾറെഡി ഈ മാർക്കറ്റ് ഈ ഒരു ഇത് കാണിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ പുതിയതായിട്ട് ഫോം ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണെന്നാണ് എനിക്കൊരു തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നല്ല സെല്ലിങ് കാണാനാണ് ചാൻസ് കൂടുതൽ. നോക്കാം നമുക്ക്. എന്തായാലും ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ തന്നെയായിരുന്നു മൂവ്മെൻറ്റ്. ബാങ്ക് നിഫ്റ്റി ഇന്ന് ഇത് കണ്ടില്ലേ, ബാങ്ക് നിഫ്റ്റി ഓപ്പണിങ് ഹൈയിൽ ഇപ്പോൾ അതിനുശേഷം ഇവിടെ നിന്ന് ഈ ഹൈയുടെ അതിനുശേഷം പിന്നീട് ആ ഹൈയിലോട്ട് വന്നിട്ടില്ല. ഇവിടെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുമായിരുന്നു. എന്തായാലും ചിലപ്പോൾ തിങ്കളാഴ്ച ഒരു മൂവ്മെൻ്റ് ഇവിടെ കാണിക്കും. നിഫ്റ്റി എല്ലാം കൂടെ ഒരു പ്രാവശ്യം ഓൾ ടൈം ഹൈ അടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു അങ്ങനെ വരുവാണെങ്കിൽ അവിടെ ഒരു നല്ലൊരു സെല്ലിങ് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കുക. എൻ്റെ ഒരു ഇതാണ്, ഞാൻ ഈ ഗവൺമെൻറ് ഈ സത്യപ്രതിജ്ഞയുടെ ദിവസം വരെ കുറച്ച് കയറുന്നു, പക്ഷേ ഇത്രയും കയറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നിഫ്റ്റി ഒക്കെ തിരിച്ച് ഓൾ ടൈം ഹൈക്ക് അടുത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഏകദേശം വന്നു. പക്ഷേ ഈ റേഞ്ച് എന്ന് പറയുന്നത് നിഫ്റ്റി ഓവർ ബോട്ട് പൊസിഷനാണ്. ഇവിടുന്ന് അടിച്ചാൽ നേരെ ഒരു 1000 പോയിൻറ്റ് 500-1000 പോയിൻറ്റ് താഴോട്ട് വരാം. എന്തായാലും എൻ്റെ ഒരു കാൽക്കുലേഷനാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് നമ്മൾ എടുത്തിരുന്ന ഷെയറുകൾ നോക്കാം. നമ്മൾ 19 ഷെയർ എടുത്തതിനകത്ത് നമുക്കൊരു 12 ഷെയറിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അതിൽ KNR എന്ന് പറയുന്ന ഈ ഷെയർ ലെവൽ വന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 400 മുകളിൽ ഇറങ്ങുവാണെങ്കിൽ ചാൻസ് അതിനകത്ത് എടുക്കാം. അവിടെ 400 ലെവൽ എടുത്തവർക്ക് നല്ല ചാൻസ് ആ ഷെയർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കുറച്ച് ഷെയർ 4-5 ഷെയർ 12 ഷെയർ വന്നിട്ടുണ്ട്. നസാറ, നവ പെട്രോ, ബാബാഗെ, യുനോവിന്ദ, മസ്ഡോക്കെ, നാം ഇന്ത്യ, ഏജിസ് കെമിക്കൽ, സെൻസാർ ടെക്നോളജി, ഹെറിറ്റേജ് ഫുഡ്, KNR, REC ലിമിറ്റഡ്. ഇത്രയും ഷെയർ നമുക്ക് നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഷെയർ ഞാൻ കാണിക്കാം. ഇപ്പം KNR കൺസ്ട്രക്ഷൻ 400 മുകളിൽ വന്നെങ്കിൽ ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടില്ലേ. അത് 402 വരെ അങ്ങോട്ട് വന്നിട്ട് വൺ സൈഡ് ഇറങ്ങിപ്പോൾ 402 375 വരെ വന്നു. പിന്നെ നമുക്ക് നല്ല സൂപ്പർ ചാൻസ് തന്നു ഏജീസ് കെമിക്കൽ എന്ന് പറയുന്ന ഷെയറാണ്. നമുക്ക് വൺ സൈഡ് പോക്കാണ് പോയത് ഷെയർ. വൺ സൈഡ് അപ്പിൽ പോയി R1 പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, കുറച്ചുകൂടെ ഹൈ പോയി തിരിച്ചിറങ്ങി. നമ്മൾ ഇവിടെ ആകുമ്പോൾ എൻട്രി എടുക്കും. 842 റേഞ്ച് എൻട്രി എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒത്തിരി കൂടുതലാണ്. എന്നാലും നമുക്കിവിടെ എൻട്രിയാണ്. ഇവിടെ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ 842 എൻട്രി എടുത്ത് കളഞ്ഞാൽ നോക്കിയേ 766-67 റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. അതായത് 70-75 രൂപയ്ക്ക് എടുത്ത് നല്ല സൂപ്പർ പ്രോഫിറ്റ് അത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നാം ഇന്ത്യ എന്ന് പറയുന്ന ഷെയർ നാം ഇന്ത്യ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി, പിന്നെ കയറിയിട്ടില്ല. ഇവിടുന്ന് 621 വരെ എൻട്രി എടുത്താൽ 597, അതായത് 22 രൂപയ്ക്ക് അടുത്ത് അത് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസ്ഡോക്ക് എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇറങ്ങി. ഇവിടെ കാണാൻ നമ്മൾ 3110 എൻട്രി എടുത്താൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 80 രൂപയുടെ മുകളിൽ പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ സെൻസാർ ടെക്നോളജി
സെൻസാർ ടെക്നോളജി ഓപ്പണിങ്ങിൽ ഇതിനടുത്ത് വരെ പോയിട്ട് നമ്മളിവിടെ എടുക്കത്തില്ല. ഇവിടെ പക്ഷേ ഫ്ലാഷ് അടിക്കുന്നവർ പെട്ടെന്ന്, ഫ്ലാഷല്ല, ഒരു നോക്കിയേ, ഇവിടെ നമുക്കൊരു എൻട്രി വരുന്നുണ്ട് 674. നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 604 രൂപ കണ്ട പ്രോഫിറ്റ്. പക്ഷേ തിരിച്ചിത് കയറി പോകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ലെവലിന് മുകളിൽ പോകുന്നുണ്ട്, അത് തിരിച്ച് വീണ്ടും ഇറങ്ങുന്നത് നോക്കി. പക്ഷേ ഈ ലെവലിന് മുകളിൽ പോയി നമുക്ക് ഇവിടുന്ന് എൻട്രി കിട്ടും. 689 എൻട്രി കിട്ടിയാൽ 669, 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. പിന്നീട് REC ലിമിറ്റഡ് നമ്മൾ അതിൻ്റെ ഒരു 493 റേഞ്ച്, അതിൻ്റെ ഒരു ആവറേജ് നമുക്ക് എടുക്കാമായിരുന്നു. നമ്മൾ ഇത് കണ്ടില്ലേ 493 നോക്കട്ടെ, 493 ആണ്. അപ്പോൾ 492 സംതിങ് വന്നിട്ട് നല്ല രീതിയിൽ ഇറങ്ങിപ്പോയ ഷെയർ പിന്നെ തിരിച്ച് ലാസ്റ്റ് ടൈമിൽ കയറി വന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് വാബാഗ് എന്ന് പറഞ്ഞ ഷെയർ, എല്ലാം ഇത് സെയിം മൂവ്മെൻറ്റ്, നമ്മൾ ആ സെയിം മൂവ്മെൻ്റ് ആണല്ലോ പിടിക്കുന്നത്. അപ്പോൾ അത് നോക്കിയാൽ മതി. ഇതിനകത്ത് പക്ഷേ മുകളിലും താഴെ ഇത് കണ്ടില്ല, ഇവിടെ ഹൈ അടിച്ചു, ഇവിടെ ഇറങ്ങി നമ്മൾ 1085 എൻട്രി എടുത്താൽ നമുക്ക് 1067, 17-18 രൂപ വീഴുന്നുണ്ട്. വീണ്ടും തിരിച്ച് ഇതിൻ്റെ മുകളിലോട്ട് കയറി, പക്ഷേ തിരിച്ച് വീണ്ടും ഇറങ്ങി. ഇവിടെ വീണ്ടും നമുക്ക് എടുക്കാം, വീണ്ടും വന്നിട്ട് 17 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. വീണ്ടും ഇത് മുകളിൽ പോകുന്നു, മുകളിലോട്ട് ഹൈ അടിക്കുന്നില്ല, തിരിച്ച് വീണ്ടും ഇറങ്ങും. നമുക്കിവിടെ വേണമെങ്കിലും എൻട്രി എടുക്കാം. 3 പ്രാവശ്യം അതിനകത്ത് ചാൻസ് വരുന്നുണ്ട്. പിന്നീട് നവഭാരത് വെഞ്ചർ എന്ന് പറയുന്ന ഷെയർ, അതും ഓപ്പണിങ്ങിൽ ഇത് കണ്ടില്ല, പ്രീവിയസ് ഡേ ഹൈ പല പ്രാവശ്യം ടച്ച് ചെയ്തു, പക്ഷേ ആ ഒരു മുകളിലോട്ട് പോയില്ല. നമ്മളിവിടെ എടുത്ത ഒരു എൻട്രി 594 എടുത്താൽ 582, 579 റേഞ്ചിൽ വലിയ മോശമില്ലാത്ത പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഷെയറുകൾ. വേറെ 4-5 ഷെയറുകളുണ്ട്, അതൊക്കെ വലിയ രീതി മൂവ്മെൻറ്റ് തന്നില്ല, എന്നാലും നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ തിങ്കളാഴ്ചത്തേന് നമ്മൾ കുറേ ഷെയർ എടുത്തിട്ടുണ്ട്, 23 ഷെയർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏജീസ് കെമിക്കൽ ഈ ഷെയർ ഇത് മൈനസിലാണ്. ഇതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ട് എനിക്ക് നല്ല വീക്ക്നെസ് തോന്നുന്നു. തിങ്കളാഴ്ച വന്നിട്ട് മൂവ്മെൻറ്റ് വീക്ക്നെസ് ആകാനാണ് ചാൻസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ റേഞ്ച് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. ഈ 822 ആവറേജിന് മുകളിൽ പോയിട്ട് ഓപ്പണിങ്ങിൽ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് വന്ന് ഈ റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇറങ്ങിയാൽ പെട്ടെന്ന് തന്നെ ഇറങ്ങി വരും ഈ ഷെയർ. അതല്ല ഓപ്പണിങ്ങിൽ 800 മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന കണ്ടാൽ ആ സമയത്ത് ഹൈയിൽ എത്രയാണോ വന്നെങ്കിൽ ആ ഹൈയുടെ റിസ്ക് എടുത്തിട്ട് നമുക്ക് 800 താഴെ സെല് ചെയ്യാൻ പറ്റും ഈ ഷെയർ. അതുപോലെ ഇമാമി എന്ന് പറയുന്ന ഈ ഷെയറും 762, 756 ഈ റേഞ്ച് ഓപ്പണിങ്ങിൽ ഈ റേഞ്ച് വന്നിറങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല കിട്ടുന്നില്ല എങ്കിൽ ഇപ്പോൾ 745 പോയിട്ട് 738 കട്ട് ചെയ്താൽ നമുക്ക് സെല് ചെയ്യാം. 5 സ്റ്റാറും അതുപോലെ ഈ ആവറേജിന് മുകളിൽ കിട്ടിയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസാണ്. ഈ ആവറേജ് കണ്ടില്ലേ 823, ഇതിൻ്റെ ടി സി എന്ന് പറയുന്നതും ഇത് BC കാണിക്കുന്നത്. BC ഹൈ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ TCയെക്കാട്ടി ഹൈ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മൾ TC ആയിട്ട് എടുക്കണം, അതായത് 823 TC ആയിട്ട് എടുക്കണം. ഈ ലെവലിന് മുകളിൽ ടച്ചായിട്ട് ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ നാളെ തിങ്കളാഴ്ച, അത് ശ്രദ്ധിക്കണം ഷെയർ. പിന്നീട് ഇതിനകത്ത് ഈ ഹെറിറ്റേജ് ഫുഡൊക്കെ നമ്മൾ ചന്ദ്രബാബു നായിഡു ഗവൺമെൻറ്റിൽ ഉള്ളത് കൊണ്ടൊരു മൂവ്മെൻറ്റാണ്, ഹെവി മൂവ്മെൻറ്റാണ് ഇതിനകത്ത്. ഇന്നും പോയി അപ്പർ സർക്കിൾ, പക്ഷേ ഓപ്പണിങ് നല്ലൊരു ചാൻസ് തന്നായിരുന്നു. ആവന്തി ഫീഡ് അതുപോലെ ആ സെയിം മൂവ്മെൻറ്റാണ് തരുന്നത്. പക്ഷേ എങ്കിൽ ആവന്തി ഫീഡിനകത്ത് തിങ്കളാഴ്ച സെല്ലിങ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു പ്രാവശ്യം 600 താഴെ പോയി ഷെയർ. ഓപ്പണിങ്ങിൽ ഒരു ഹൈയിൽ, അതായത് ഒരു 630 പോയിട്ട് 623 കട്ട് ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് ചാൻസ് എടുക്കാം. പിന്നീട് ഈ ഷെയർ, ഇതൊക്കെ നല്ല മൂവ്മെൻറ്റ് തരുന്ന ഷെയർ. അടുത്തിടെയായിട്ട് ഞാൻ കുറേ പ്രാവശ്യം ഇതെടുത്തിട്ടുണ്ട്. പെൻ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ പെന്നാർ ഇൻഡസ്ട്രീസ്, അത് നോക്കുക. അതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു 2-3 ദിവസം ഉണ്ടൊക്കെ ചിലപ്പോൾ 200 രൂപയിലോട്ട് പോകാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട് ഈ ഷെയർ. എന്നാലും നമുക്ക് ലെവൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസാണ്. 179 എന്ന് പറയുമ്പോൾ ഒരു 5% മുകളിലായി ക്ലോസിങ്ങിനെക്കാട്ടി. അപ്പോൾ ആ ലെവലിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഇവിടുന്ന് ഒരു എൻട്രി എടുത്താൽ നല്ലതായിരിക്കും. IIFL സെക്യൂരിറ്റി ASM ലിസ്റ്റിലുള്ള ഷെയറാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നാലും അതിനകത്ത് ലെവൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കുക. ഈ 531 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്നുണ്ട്. ഇതിനകത്തൊക്കെ ഹെവി വോളിയമുള്ള ഷെയർ, അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. പെട്ടെന്നൊരു ഹെവി മൂവ്മെൻറ്റ് അപ്പിലോട്ടൊന്നും പെട്ടെന്ന് തരുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ലെവൽ വന്നിറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് എടുക്കാം. അതുപോലെ
ഈ ഷെയർ സൂക്ഷിച്ചാണ് ഗണേഷ് ഹൗസിംഗ് എന്നുള്ള ഷെയർ ചെയ്യാൻ. അതുപോലെ സാൽബിയാറിനൊക്കെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്യാം. ബിർള മണിക്കകത്ത് നല്ല ചാൻസ് എടുക്കാം. നമുക്ക് ഈ R1 R2 R1 പോയിട്ട് ഇറങ്ങിയാൽ നമുക്ക് 5% അടുത്തുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. നല്ല ചാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2-3% പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് മാറണം. 3-4 രൂപ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ബുക്ക് ചെയ്ത് മാറണം. പിന്നീട് ഈ ഷെയർ ശ്രദ്ധിക്കുക, പ്രീമിയർ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന ഈ ഷെയർ ഈ R1 റേഞ്ച് പോകുമോ എന്നറിയില്ല. എന്നാലും ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങിയാലും നമുക്ക് ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. ഇതൊക്കെ പക്ഷേ ക്വാണ്ടിറ്റി കുറച്ചേ ചെയ്യാവും. ശ്രേയ ഷിപ്പിങ്ങും ഈ R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഓപ്പണിങ്ങിൽ കിട്ടിയാൽ നല്ല ചാൻസ് ആയിരിക്കും. ഇത് ഓപ്പണിങ്ങിൽ കിട്ടിയാൽ ഞാൻ പറയുന്നത് എന്താ, ഓപ്പണിങ്ങിൽ ഇപ്പോൾ 340 ഓപ്പണായിട്ട് പതുക്കെ കയറിപ്പോൾ 355 പോവുകയാണെങ്കിൽ നമ്മൾ ഇച്ചിരി സൂക്ഷിച്ചേ ചെയ്യാം. ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റിൽ അപ്പിൽ വന്ന പെട്ടെന്ന് ഇറങ്ങാനൊരു ചാൻസ് കൂടുതൽ. എന്നാലും ലെവല് കട്ട് ചെയ്താൽ നമുക്ക് എൻട്രി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ പ്രാജ് ഇൻഡസ്ട്രീസ് ശ്രദ്ധിക്കുക. ഇതിനകത്ത് റിസൾട്ട് വന്നെന്ന് തോന്നുന്നു. ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ടേ ചെയ്യാവൂ. എന്നാലും ഈ R1 റേഞ്ചിൽ നിന്ന് നമുക്ക് ഒരു ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നു. വരുവാണെങ്കിൽ ചാൻസ് എടുക്കുക, ഇറങ്ങുവാണെങ്കിൽ. അതുപോലെ തേജസ് നെറ്റ് 1305 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങിയാൽ നമുക്ക് ചാൻസ് എടുക്കാം. നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഏത് ലെവൽ, ഇപ്പം ഈ ഹൈ അതല്ല R1 R2 R3 ഏത് റേഞ്ചിൽ വന്നിട്ടാണോ ഫസ്റ്റ് തിരിയുന്നത് അവിടെ നമ്മൾ എൻട്രി എടുക്കുക. പിന്നെ അതിൻ്റെ ആ സമയത്ത് വന്നിട്ടുള്ള ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഹൈ ഒത്തിരി നമുക്ക് ലോസ് വരുന്ന രീതിയിൽ ഒത്തിരി മുകളിലാണെങ്കിൽ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ അനുസരിച്ച് ട്രേഡ് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒത്തിരി ഷെയറുണ്ട് ഇതിനകത്ത്. ഞാൻ പ്രത്യേകം പറഞ്ഞ ഷെയറുകൾ നിങ്ങൾ കുറച്ച് എല്ലാം കൂടെ എടുക്കേണ്ടതായിരുന്നു. 5-6 ഷെയർ ഒരുമിച്ച് എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാം കൂടെ വെച്ചാൽ നമുക്ക് നല്ല ഷെയറുകളൊന്നും കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഒരു സ്ക്രീനിൽ തന്നെ എനിക്കിത് ഫുള്ള് കാണാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ നോർമൽ കൂടുതൽ ആൾക്കാർ മൊബൈലിൽ ചെയ്യുന്നതാകുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ്. അവർക്ക് ഏറ്റവും നല്ല വോളിയത്തിലുള്ള നല്ല ഷെയറുകൾ, അതായത് ഈ ഷെയർ ഇമാമി, ഈ പെൻ ഇൻഡസ്ട്രീസ്, ബിർള മണി, നല്ല വോളിയത്തിലുള്ള നല്ല ഷെയറുകൾ, ഈ IIFL സെക്യൂരിറ്റീസ്, ഇതൊക്കെ എടുത്ത് സ്ക്രീനിലിട്ടിട്ട് ട്രേഡിങ് നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ എൻട്രി എടുക്കുക.